നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെജിറ്റേറിയൻ സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് രസം. അപ്പോൾ നമുക്കിന്നൊരു നല്ല നാടൻ രസം അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 10 ഉലുവ, ഒരു ടേബിൾ സ്പൂൺ ജീരകം, 2 ഡ്രൈ ചില്ലി ഉണക്കമുളക്. ഇത്രയും സാധനം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ രസത്തിന് പൊടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തരിയായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മളൊരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി പെട്ടെന്ന് അലുത്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഉണ്ട ചെറുതാക്കി ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചേക്കുക. ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ പൊളന്നത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 ചുവന്നുള്ളി, ഒരു 3 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനമാണ് നമ്മൾ രസത്തിന് വേണ്ടി എടുക്കുന്നത്. നമ്മളൊരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ഓൾറെഡി മറ്റേ മസാലയിൽ അരച്ചുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചുവന്നുള്ളി കൊടുക്കാം. ഒരു 3 വറ്റൽമുളക്, 2 പച്ചമുളക്, ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് ഒരു 1.5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുരുമുളകും ജീരകവും ഉലുവയൊക്കെ കൂടി നമ്മൾ ചതച്ച് വെച്ചിരുന്നു, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കുമ്പോൾ എപ്പോഴും തരിയായിട്ട് വേണം പൊടിക്കാൻ. ഇനി ഇത് ഇതിനകത്തിട്ട് ഒരു 1.5 മിനിറ്റ് ഈ ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതേകൂട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളിലേക്ക് ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ പൊടികളിലേക്ക് പച്ച മണം മാറി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. ഇനി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് പാകം ചെയ്യാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി കയ്യിലുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, ആ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഇച്ചിരി കൂട്ടി വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 750 ml വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പച്ചമല്ലിയുടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം. ഇനി ഒരു 10 to 15 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതീവ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രസത്തിൻ്റെ കൂട്ടാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.